വേദന നൽകുന്ന ഒരു വാർത്തയാണ്. കഴിഞ്ഞ ദിവസം അറിയാവുന്നതാണ്, പുഷ്പ 2 പ്രദർശനത്തിനിടയ്ക്ക് തിക്കിലും തിരക്കിലും പെട്ട ഒരു സ്ത്രീ മരിച്ചതും അതിനെ തുടർന്ന് അല്ലു അർജുൻ അറസ്റ്റിലാകുന്നതും ജയിലിലാകുന്നതും അതിനുശേഷം ജാമ്യം കിട്ടുന്നതും ഇത്തരം സംഭവങ്ങളൊക്കെ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. പ്രദർശനത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച ദിൽസുഖ് നഗർ സ്വദേശി രേവതിയുടെ മകൻ ശ്രീതേജ് മസ്തിഷ്ക മരണത്തിന് കീഴടങ്ങിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അന്നത്തെ തിരക്കിൽപ്പെട്ട് ശ്രീതേജിന് ഗുരുതരമായ പരിക്കേറ്റിരുന്നു. അല്ലു അർജുൻ എത്തിയതറിഞ്ഞ് തടിച്ചുകൂടിയ ജനക്കൂട്ടം ഗേറ്റ് തകർത്തതിനെ തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടായിരുന്നു അപകടം. ഈ വാർത്തയിൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത് PJ അരുണാണ്. അരുൺ, രാവിലെ ഇത്തരമൊരു വാർത്ത പങ്കുവെക്കുന്നതിലെ വേദനയുണ്ട്. ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? തീർച്ചയായും രാവിലെ ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ ഒരു വേദനാജനകമായ ഒരു വാർത്ത തന്നെയാണ് ഹൈദരാബാദിൽ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്നത്. കാരണം അറിയാം, പുഷ്പ 2 റിലീസ് അത് പാൻ ഇന്ത്യ വിഭാഗത്തിലുള്ള ഒരു റിലീസായിരുന്നു. ആ റിലീസുമായി ബന്ധപ്പെട്ട് അല്ലു അർജുൻ എന്ന് പറയുന്ന തെന്നിന്ത്യൻ സ്റ്റാർ ആ തിയേറ്ററിൽ എത്തുകയും ആ തിയേറ്ററിൽ അല്ലു അർജുൻ വരുന്നതറിഞ്ഞ് ജനക്കൂട്ടം അവിടെ തടിച്ചുകൂടുകയും അങ്ങനെ ഒരു തിക്കും തിരക്കും ഉണ്ടാകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഈ തിക്കും തിരക്കിലും പെട്ട് ഹൈദരാബാദിന് അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന രേവതി എന്ന് പറയുന്ന ഒരു യുവതി മരണത്തിന് കീഴടങ്ങി. ഇവരുടെ 8 വയസ്സുകാരൻ ശ്രീതേജ് എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് 8 വയസ്സ് മാത്രമാണ് ആ കുട്ടിക്കുള്ളത്. ആ ശ്രീതേജ് എന്ന് പറയുന്ന കുട്ടിക്ക് തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും അദ്ദേഹത്തിൻ്റെ ഈ കുട്ടിയുടെ അച്ഛനും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത ഒരു സന്ദർഭമുണ്ടായി, ഒരു സംഭവമുണ്ടായി. അതിനെ തുടർന്ന് ഈ ശ്രീതേജിനെ കിംസ് കഡിൽസ് ആശുപത്രി, ഹൈദരാബാദിലെ പ്രശസ്തമായ ആശുപത്രിയാണ്, ആ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഈ കുട്ടിയുടെ ആരോഗ്യനില വഷളാവുകയും ഈ കുട്ടിയെ ഹൈദരാബാദ് സിറ്റി കമ്മീഷണർ ആനന്ദ് നേരിട്ടെത്തി സന്ദർശിക്കുകയും കുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ ആശുപത്രി അധികൃതരുമായി പങ്കുവയ്ക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നത്. കുട്ടിക്ക് ഔദ്യോഗികമായി മസ്തിഷ്ക മരണം സംഭവിച്ചതായി കമ്മീഷണർ ഔദ്യോഗികമായി വിവരം പുറത്തുവിട്ടിരിക്കുന്നു. കുട്ടിക്ക് അന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട അപകടത്തിൽ ആ കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളും നമുക്ക് നൽകാനാവും. കൂടാതെ ഈ കുട്ടിക്ക് അന്ന് തന്നെ ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് ഉടനെ തന്നെ ഈ അടുത്തുള്ള ആശുപത്രിയിൽ ഈ കുട്ടിയെ പ്രവേശിപ്പിക്കുകയും കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഹൈദരാബാദിലെ കിംസ് കഡിൽസ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയുമായി ചെയ്തിരുന്നത്. അതിനെ തുടർന്നാണ് ഈ ഒരു സംഭവം നിലനിൽക്കെ തന്നെയായിരുന്നു അല്ലു അർജുനെ അന്ന് ജയിൽവാസം, ഒരു ദിവസത്തെ ആണെങ്കിൽ പോലും ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നത്. അന്ന് രാത്രി അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. അദ്ദേഹത്തിന് അന്ന് കിട്ടിയെങ്കിലും അന്ന് പുറത്തിറങ്ങിയില്ല. അടുത്ത ദിവസം തന്നെ അദ്ദേഹം പുറത്തിറങ്ങി. പക്ഷേ ഇപ്പോഴും ഈ കുട്ടിയെ ഇദ്ദേഹം അല്ലു അർജുൻ നേരിട്ട് സന്ദർശിക്കുകയോ മറ്റോ ഒന്നും ചെയ്തിട്ടില്ല. അതിൽ വ്യാപകമായ പ്രതിഷേധം ഇപ്പോഴും ഉയരുന്നുണ്ട്. പക്ഷേ ഈ കുട്ടിക്ക് വേണ്ടി എന്തും ചെയ്യാൻ താൻ തയ്യാറാണ്, കുട്ടിയുടെ കുടുംബത്തോടൊപ്പമാണ്, മരിച്ച യുവതിയുടെ കുടുംബത്തോടൊപ്പമാണ് എന്നുള്ളൊരു വാഗ്ദാനം മാത്രം നൽകി അല്ലു അർജുൻ മടങ്ങിയെങ്കിലും പക്ഷേ ഈ കുട്ടിയെ നേരിട്ട് കാണുകയോ ആശുപത്രിയിൽ എത്തുകയോ കുട്ടിയുടെ ആരോഗ്യനിലയെ സംബന്ധിച്ച വിവരങ്ങൾ ആരായുകയോ നേരിട്ടെത്തി അങ്ങനെ ഒരു അന്വേഷണം നടത്തുകയോ അല്ലു അർജുൻ ചെയ്തിട്ടില്ല. ഇതിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ വ്യാപകമായ പ്രതിഷേധവും ഉയരുന്നുണ്ട്. എന്തായാലും വലിയൊരു വേദനാജനകമായ സംഭവം തന്നെയാണ്. കുട്ടിക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചിരിക്കുന്നു. കുട്ടിയുടെ അച്ഛനും ഇപ്പോൾ ഗുരുതരമായി ചികിത്സയിൽ കഴിയുകയാണ്. അന്ന. യെസ്, PJ അരുണാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു വാർത്ത, അല്ലു അർജുൻ ജയിലിൽ വരെ എത്തേണ്ടി വന്ന ഒരു സംഭവം. പുഷ്പ 2 ചിത്രത്തിൻ്റെ പ്രദർശനത്തിനോടനുബന്ധിച്ചുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് ഒരു സ്ത്രീ മരിച്ചിരുന്നു. അവരുടെ കുട്ടി മാരകമായ മുറിവ് തലയ്ക്കുണ്ടായിരുന്നു, മസ്തിഷ്ക മരണം സംഭവിച്ചിരിക്കുന്നു എന്ന വിവരങ്ങൾ ആശുപത്രിയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. PJ അരുണാണ് ആ വാർത്തയിൽ വിവരങ്ങൾ നൽകിയത്.